പശ്ചിമേഷ്യൻ മേഖലയിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും നിർണായകമായ ഭൗമരാഷ്ട്രീയ നയതന്ത്ര മാറ്റങ്ങളിൽ ഒന്നാണ് ജർമ്മനിയുടെ പുതിയ സൈനിക തന്ത്രം വ്യക്തമാക്കുന്നത്. റെഡ് സീ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തങ്ങളുടെ രണ്ട് പ്രധാന നാവികസേനാ കപ്പലുകൾ കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് മാറ്റി സ്ഥാപിക്കുമെന്ന് ജർമ്മനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. US-ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പേർഷ്യൻ ഗൾഫിലേക്കും ഹോർമുസ് സമുദ്രസന്ധിയിലേക്കും വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സുരക്ഷാ ദൗത്യങ്ങൾ അനിശ്ചിതത്വത്തിലായതാണ് ഈ പെട്ടെന്നുള്ള സൈനിക പിൻവാങ്ങലിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജർമ്മൻ നാവികസേനയുടെ കരുത്തുറ്റ രണ്ട് കപ്പലുകളായ ഫുൾഡ മൈൻ സ്വീപ്പറും മോസൽ സപ്ലൈ ഷിപ്പുമാണ് റെഡ് സീ മേഖലയിലെ നിരീക്ഷണ ദൗത്യങ്ങളിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നത്. മുൻപ് US-ഇറാൻ വാറിന് ശേഷമുള്ള സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനും പ്രദേശം നിരീക്ഷിക്കുന്നതിനുമായി ജിബൂട്ടിയിൽ ക്യാമ്പ് ചെയ്തിരുന്ന സൈനിക വിന്യാസത്തിന്റെ ഭാഗമായിരുന്നു ഈ കപ്പലുകൾ. പ്രദേശത്ത് നിലനിൽക്കുന്ന അങ്ങേയറ്റം അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും നിശ്ചിത ദൗത്യങ്ങളുടെ അഭാവവുമാണ് കപ്പലുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി ജർമ്മനി ഔദ്യോഗികമായി ഉന്നയിക്കുന്ന ന്യായീകരണങ്ങൾ. കേവലം സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മാത്രം സൈനിക കപ്പലുകൾ അനാവശ്യമായി റെഡ് സീയിൽ നിർത്തിയിടുന്നത് പ്രായോഗികമല്ലെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിലേക്ക് മാറ്റിയെങ്കിലും കപ്പലുകൾ പൂർണ്ണമായും ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിലും ഏത് നിമിഷവും തിരിച്ചെത്താൻ പാകത്തിൽ സജ്ജമായിരിക്കുമെന്നും ജർമ്മനി വ്യക്തമാക്കി. അടിയന്തരമായി ഒരു ആവശ്യം ഉയർന്നു വരികയാണെങ്കിൽ അതിവേഗം റെഡ് സീയിലേക്കോ പേർഷ്യൻ ഗൾഫിലേക്കോ മടങ്ങിയെത്താൻ സാധിക്കുന്ന വിധത്തിലാണ് നാവികസേനയുടെ പുതിയ തന്ത്രപരമായ ക്രമീകരണം. എന്നിരുന്നാലും ജർമ്മനിയുടെ ഈ നീക്കം റെഡ് സീയിലും ഗൾഫ് മേഖലയിലുമുള്ള നാറ്റോയുടെ സൈനിക നിലപാടുകളിൽ വന്ന വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൈനിക നിരീക്ഷണങ്ങൾക്കും നീക്കങ്ങൾക്കും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന ചോദ്യം ഇതോടെ വീണ്ടും ഉയർന്നു തുടങ്ങി. ലോക വ്യാപാര മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഹോർമുസ് പ്രതിസന്ധിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പാശ്ചാത്യ ശക്തികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒന്നാണ്. പ്രകൃതിവാതകത്തിന്റെയും എണ്ണയുടെയും വൻതോതിലുള്ള ഗതാഗതം നടക്കുന്ന ഈ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. US-ഇറാൻ സംഘർഷത്തിന് ശേഷം മേഖലയിൽ താൽക്കാലിക ശാന്തത ദൃശ്യമാണെങ്കിലും ഏത് നിമിഷവും കാര്യങ്ങൾ മാറിമറിയാമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിൽ തങ്ങളുടെ നാവികസേനാ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ കടുത്ത സൈനിക വിന്യാസങ്ങളോട് ജർമ്മനിയെ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംശയദൃഷ്ടിയാണുള്ളത്. ജിബൂട്ടിയിലെ താവളത്തിൽ നിന്നും കപ്പലുകൾ മാറ്റിയത് വരും ദിവസങ്ങളിൽ റെഡ് സീയിലെ മറ്റ് പാശ്ചാത്യ നാവികസേനാ നീക്കങ്ങളെയും ബാധിച്ചേക്കാം. ജർമ്മനിയെ പോലെ മറ്റു ചില നാറ്റോ അംഗങ്ങളും തങ്ങളുടെ കപ്പലുകളുടെ ദൗത്യങ്ങൾ പുനഃപരിശോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹോർമുസ് സന്ധി കേന്ദ്രീകരിച്ച് നടത്താനിരുന്ന സംയുക്ത നാവിക ദൗത്യത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളോ ധാരണകളോ ഇല്ലാത്തതും ജർമ്മനിയെ പിന്നോട്ട് വലിച്ച ഒരു ഘടകമാണ്. കൃത്യമായ പ്ലാനില്ലാതെ കപ്പലുകൾ അപകടകരമായ ജലപാതകളിൽ നിർത്തിയിടുന്നത് നാവികരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ജർമ്മൻ നാവികസേന ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട്. അതിനാൽ കൂടുതൽ സുരക്ഷിതവും തന്ത്രപ്രധാനവുമായ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് ഇവയെ മാറ്റുന്നതാണ് ബുദ്ധിയെന്ന് ജർമ്മനി തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ തങ്ങൾ ഇപ്പോഴും സജ്ജമാണ് എന്നാണ് നാറ്റോ സഖ്യം അവകാശപ്പെടുന്നത്. എന്നാൽ ജർമ്മനിയുടെ ഈ മനോഭാവം സഖ്യത്തിനുള്ളിലെ ആന്തരിക അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുന്നതിലൂടെ അനാവശ്യമായി ഇറാന്റെ പ്രകോപനം ക്ഷണിച്ചു വരുത്തേണ്ടതില്ലെന്ന ചിന്തയും ജർമ്മൻ ഭരണകൂടത്തിനുണ്ടായേക്കാം. ഇറാന്റെ അത്യാധുനിക മിസൈൽ ഡ്രോൺ ശേഷികൾ കപ്പലുകൾക്ക് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞാകാം ഇത്തരമൊരു സുരക്ഷിത നീക്കം. റെഡ് സീയിലെ ഹൂതി ആക്രമണങ്ങളും മറ്റും സൃഷ്ടിച്ച മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരെ കരുതലോടെ മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഓരോ സൈനിക ചുവടും വെക്കുന്നത്. തങ്ങളുടെ താൽപര്യങ്ങൾക്ക് നേരിട്ട് ഭീഷണിയാകാത്ത മേഖലകളിൽ വൻതോതിൽ സൈന്യത്തെ നിർത്തുന്നത് സാമ്പത്തികമായും കടുത്ത ബാധ്യത വരുത്തിവെക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് ഈ കപ്പലുകൾ മാറുന്നതോടെ യൂറോപ്പിന്റെ തെക്കൻ അതിർത്തികളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ ജർമ്മനിക്ക് സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയേക്കാൾ കൂടുതൽ ശ്രദ്ധയും സുരക്ഷയും ആവശ്യമുള്ള പ്രദേശമായി മെഡിറ്ററേനിയൻ മാറുന്നുവെന്ന വിലയിരുത്തലും ഇതിന് പിന്നിലുണ്ട്. നാറ്റോയുടെ മൊത്തത്തിലുള്ള തന്ത്രത്തെ ജർമ്മനിയുടെ ഈ തീരുമാനം ഏത് വിധത്തിൽ ബാധിക്കുമെന്നത് വരും ആഴ്ചകളിൽ വ്യക്തമാക്കുന്ന കാര്യമാണ്. അമേരിക്കയോടൊപ്പം ചേർന്ന് കടുത്ത സൈനിക നയങ്ങൾ നടപ്പിലാക്കാൻ ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ എത്രത്തോളം തയ്യാറാകുമെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ജർമ്മനിയുടെ ഈ പിൻവാങ്ങൽ വെറും ഒരു കപ്പൽ മാറ്റം മാത്രമല്ല,
മറിച്ച് മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ ലോകം നടത്തുന്ന വലിയൊരു പുനർചിന്തനത്തിന്റെ തുടക്കമാണ്. ഗൾഫ് മേഖലയിലെ പാശ്ചാത്യ സൈനിക സാന്നിധ്യത്തിൽ ഇതൊരു വലിയ വഴിത്തിരിവായി മാറിയേക്കാം. ഭാവിയിൽ ഇറാന്റെയും അമേരിക്കയുടെയും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ജർമ്മൻ കപ്പലുകളുടെ തിരിച്ചുവരവ് തീരുമാനിക്കപ്പെടുക.